നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയമായിട്ടുള്ള പവിത്രമായ ഒരു പേര് തന്നെയാണ് ശബരി. ഒരു അയ്യപ്പ കീർത്തനത്തിൽ പറയുന്നത് പോലെ എത്ര വിസ്മയമായ ഗുഹകൾ കണ്ടൊത്തുകൂടി ശബരി പീഠത്തിങ്കൽ തത്ര ചെന്നു ശബരിയെ വന്ദിച്ചു ഭക്തിപൂർവമയ്യപ്പ പാഹിമാം. അതിനുശേഷമാണ് ഏറെ മോതാൽ 18 നൽപ്പടി. കാരണം ആ ശബരിപീഠത്തിൽ ദർശനം നടത്തിയിട്ടാണ് അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് രാമായണത്തിലെ ശബരിയെക്കുറിച്ചൊന്ന് നോക്കാം. ഈ ശബരി എന്ന് പറഞ്ഞാൽ ഒരു വനവാസി പെൺകുട്ടിയായിരുന്നു. ആ കുട്ടി മതങ്കാശ്രമത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. എന്നും ഈ മതങ്കാശ്രമത്തിൽ നിന്ന് വരുന്ന വേദമന്ത്രങ്ങളും അവിടുത്തെ പൂജകളും ഒക്കെ ദൂരെ നിന്ന് ഈ കുട്ടി വീക്ഷിക്കുമായിരുന്നു. അതിനുശേഷം പക്ഷേ ഈ മതംഗ മഹർഷി ഒരു കാര്യം ശ്രദ്ധിച്ചു. ആരോ എന്നും ആ ആശ്രമത്തിലേക്കുള്ള വഴിയൊക്കെ വൃത്തിയാക്കിയിടുന്നു, അടിച്ചു വാരിയൊക്കെ ഇടുന്നു. അതേപോലെ തന്നെ പൂക്കളൊക്കെ അവിടെ കൊണ്ടുവയ്ക്കുന്നു. ഒരു ദിവസം ആളെ പിടികിട്ടി. അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് അകത്തേക്ക് വന്നൂടെ ആശ്രമത്തിലേക്ക്? അയ്യോ, എനിക്ക് വരാമോ എന്ന് ചോദിച്ചു. പിന്നെ എന്താ, എല്ലാവർക്കും വരാം. അങ്ങനെ ആ കുട്ടി അവിടെ ചെന്ന് അവിടുത്തെ അന്തേവാസിനിയായി. ഈ മതംഗ മഹർഷി ശ്രീരാമൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ശ്രീരാമദേവൻ ചിത്രകൂടത്തിലെത്തിയപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ഈ ലോകത്ത് നിന്ന് പോകാനുള്ള സമയമായി. അപ്പോഴത്തേക്കും വർഷങ്ങൾ കുറേയായി. ശബരി അങ്ങനെ ഒത്തിരി വയസ്സൊക്കെ ആയി. അപ്പം ശബരിയോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, പക്ഷെ നീ ഇവിടെ തന്നെ ഇരിക്കണം. ഇവിടെ ശ്രീരാമദേവൻ എന്തായാലും അധികം താമസിയാതെ ഇവിടെ വരും. അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാർ സീതാന്വേഷണ സമയത്ത് അവിടെ എത്തി. ശബരിയുടെ അടുത്തെത്തി. ആതിഥ്യമൊക്കെ സ്വീകരിച്ചു, ഫലമൂലാദികളൊക്കെ കൊടുത്തു. അതൊക്കെ സന്തോഷം സ്വീകരിച്ചു. എന്നിട്ട് ആ സീതാന്വേഷണത്തിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ രാവണനാണ് സീതയെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഋഷിമുഖാചലത്തിൽ. അവിടെ സുഗ്രീവനുണ്ട്. അപ്പോൾ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സീതയെ കണ്ടുപിടിക്കാം എന്നെല്ലാം പറഞ്ഞ് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മുടെ തപസ്വി ശബരി ദേഹത്യാഗം ചെയ്തു. അങ്ങനെ നമ്മുടെ ശ്രീരാമൻ ഈ നമ്മുടെ നാട്ടിലെല്ലാം വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഈ കർക്കിടക മാസത്തിൽ ശബരി ദേവിയെ നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി അനുസ്മരിക്കാം.